ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്ന ചെടി എൻ്റെ ഒരു ചെടി കുറേ നാളായിട്ടിങ്ങനെ ഒരു മഞ്ഞ കളറിൽ അതിൻ്റെ അടിയിൽ നിന്ന് ബേബി പ്ലാന്റ് ഒന്നും വരുന്നില്ല, തളർന്ന പോലെ ഒരു ആരോഗ്യമില്ലാതെ നിൽക്കുക. ഞാൻ പലതവണ അതിന് വളപ്രയോഗമൊക്കെ നടത്തി, എന്നിട്ടും അത് ശരിയാകുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് അതിന് വേര് കൂടിയിട്ട് അതിങ്ങനെ വളരാതെ മണ്ണും കുറഞ്ഞ് വളമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ റീപോർട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഇത് അഗ്ലോണിമയാണ്. ശരിക്കും പറഞ്ഞാൽ അഗ്ലോണിമയല്ല, ഏത് ചെടിയാണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ കണ്ടാൽ നമ്മൾ റീപോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ ചെടി അഗ്ലോണിമ ആയതുകൊണ്ടാണ് ഞാൻ ഈ പേര് പറഞ്ഞ് ഇത് ചെയ്യുന്നത്. ഞാൻ വലിച്ചെടുക്കുക. ഇത് കണ്ടോ, ഇത് മുഴുവൻ വേരാണ്. ഇങ്ങനെ വേര് നിന്ന് കഴിഞ്ഞാൽ ചെടി ശരിക്കും പിന്നെ ഒരു മുരടിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഈ മണ്ണ് മുഴുവൻ തട്ടിയെടുക്കാൻ പോവാണ്. എന്നിട്ട് ഈ ചെടി ഇതേപോലെ തന്നെ ഞാൻ കളയും. ഇത് വേണേൽ നമുക്ക് മുറിച്ച് നടാം കേട്ടോ, പക്ഷെ എനിക്ക് വേറെ ചെടിയുണ്ട്, അതുകൊണ്ട് ഞാൻ മുറിച്ച് നടുന്നില്ല. ഈ ചെടികൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരിക്കലും നന്നായിട്ട് വളർത്തുന്നില്ല, ആരോഗ്യത്തോടെ നിൽക്കത്തുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വളവും മണ്ണും ഒക്കെ ഇട്ടിട്ട് വേറെ ചെടി നടാൻ പോവാണ്. ഇതുണ്ടോ, ഇത്രയും വേര് ഇങ്ങനെ നിന്നുകൊണ്ടാണ് ഈ ചെടി ഇങ്ങനെ മുരടിച്ചു പോയത്. ഇതൊരു സുഖവുമില്ലാതെ നിന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞ് ഞാൻ വേറെ ചെടി ഇതിൻ്റെ അകത്തേക്ക് നടാൻ പോവാണ്. മണലും മണ്ണും എല്ലാം കൂടെ ആയിരുന്നു. ആ മണ്ണിന് ഇച്ചിരിയും കൂടെ വളമുള്ള മണ്ണ് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ചാണകപ്പൊടിയും നല്ല കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തു. ഈ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാനൊന്ന് നിറയ്ക്കാൻ പോവാണ്. എന്നിട്ടാണ് വേറെ ചെടി നടാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ പുതിയ ചെടി വെക്കും. ചെടി വെച്ചതിന് ശേഷം കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കും. ഇത് ഞാൻ അതിൻ്റെ അകത്തേക്ക് നട്ടതിന് ശേഷം മണ്ണിട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്യുവാണ്. ഇനി ഇത് നല്ല സൂപ്പറായിട്ട് വളർന്നു വരും. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് വെള്ളം ഒഴിക്കത്തില്ല. 3-4 ദിവസം കഴിഞ്ഞിട്ടേ വെള്ളം ഒഴിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഇതിൽ തന്നെ പിടിച്ചു വരും. ഞാൻ റീപോർട്ട് ചെയ്ത ചെടി ഇതാണ്. അപ്പം എടുത്തതിൻ്റെ അകത്ത് തന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു ബേബി പ്ലാന്റ് നടാനുണ്ടായിരുന്നു. പക്ഷേ ഈ അഗ്ലോണിമ എനിക്ക് വേറെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് ആ സെയിം ഒരെണ്ണം വേറെ ഞാൻ ഇതിലേക്ക് നടുവാണ് ചെയ്തത്. ആ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് വേണേൽ നടാമായിരുന്നു. അപ്പം ഞാൻ വേറെ എനിക്ക് ചെടി ഉണ്ടായിരുന്നുകൊണ്ടാണ് നട്ടത്. അപ്പം ഇതാണ് ഞാനിപ്പോൾ റീപോർട്ട് ചെയ്തിരിക്കുന്ന സെയിം ചട്ടിക്കകത്ത് ഇതാണ് ചെടി. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്